അമ്മോ അമ്മോ എഴുന്നേൽക്കണ്ട അമ്മോ. തുറക്ക് വാതിലാദ്യം. ഇന്ന് സ്കൂൾ തുറക്കണ ദിവസമല്ലേ? നീയല്ലേ പറഞ്ഞത് നിനക്ക് പുതിയ യൂണിഫോമും എല്ലാം ചെയ്തു. ഇനി നിനക്ക് പുതിയ ബാഗ് വേണം പറഞ്ഞ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാലെങ്കിലും ഒന്ന് വാതിൽ തുറക്കൻ്റെ മോളെ. നീ ഇതിങ്ങനെ അടച്ചിട്ടിരുന്നാൽ എങ്ങനെയാ? തുറക്ക് മോളെ. അമ്മോ അമ്മോ പ്ലീസ് തുറക്ക. എനിക്ക് നല്ലോണം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അമ്മോ. പറയണ കേക്ക്, വാതിൽ തുറന്നേ അമ്മോ. ഓക്കെ, നീ പറഞ്ഞ ഓട്ടോയിൽ തന്നെയാണ് നിന്നെ വിടുന്നത്. നിൻ്റെ ഫ്രണ്ട്സൊക്കെ പോകുന്ന ഓട്ടോയിൽ തന്നെ. നീ എങ്ങനെ വെച്ചാലും പോയിക്കോ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞതാണ്, അതിൽ നിറയെ തിരക്കാണ്, ഇങ്ങനെ തിക്കി നിറഞ്ഞ് പോണ്ട. പക്ഷെ സാരില്ല, നിൻ്റെ ഇഷ്ടമല്ലേ വലുത്. നീ ഇതിൽ തന്നെ പോയിക്കോ. പിന്നെന്താ വാതിൽ തുറന്നാൽ ബുദ്ധിമുട്ട്? അമ്മോ ഇനി ഇങ്ങനെ ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അമ്മോനോട് മിണ്ടില്ല കേട്ടോ. ഇനി അമ്മ എൻ്റെ അടുത്ത് വന്ന് മിണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ കുട്ടികൾ കാണിക്കുക? നീ എൻ്റെ അടുത്ത് ഒന്നും പറയണ്ട. നീ എൻ്റെ അടുത്ത് വന്ന് മിണ്ടുമ്പോൾ ഞാൻ ഇനി മിണ്ടുള്ളൂ. ആഹാ, എനിക്കും ഉണ്ട് ഇത്ര വാശി. കുട്ടികളാകുമ്പോൾ ഇത്രയൊക്കെ വാശി പാടും. എത്ര പ്രാവശ്യം ഞാനിങ്ങനെ തട്ടണു. വാതിൽ തുറക്കണ്ടേ? നമ്മുടെ ടെൻഷൻ എന്താ അവർക്ക് മനസ്സിലാക്കാത്ത? അല്ലെങ്കിലും കുട്ടികളൊന്നും മിണ്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്താന്നുള്ളത് അമ്മമാരെ മനസ്സിലാക്കാൻ ആർക്കും പറ്റണില്ല. കുട്ടികളെ മനസ്സിലാക്കുക. അവൾക്കെന്താ വന്ന? ഞാൻ അവൾ പറഞ്ഞൊക്കെ ചെയ്തു കൊടുത്തില്ലേ? ബാഗും ഡ്രസ്സും ഒക്കെ ഇപ്രാവശ്യം പുതിയ തന്നെ വേണം പറഞ്ഞ് ചെയ്തു. ഞാൻ പറഞ്ഞു നിറയെ കുട്ടികളുള്ള ഓട്ടോയാണ്, അതിൽ പോണ്ട നിനക്ക്. കാരണം ഇത്രയും തിങ്ങി നിറഞ്ഞു പോകാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സ് ആയില്ല, എനിക്ക് അതിൽ തന്നെ പോകണം. അതും ചെയ്തു കൊടുത്തു. പിന്നെ ഇതിന് എത്ര ദേഷ്യം അവൾ കാണിക്കണം എൻ്റെ അടുത്ത്? ഞാൻ അമ്മയല്ലേ, എന്നോട് ഇത്ര ദേഷ്യം കാണിക്കാൻ പാടും? എന്താ അവള് വരാത്ത ഇത്രയും നേരമായിട്ട്? ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചതാ, ഞാൻ ചെയ്തു കൊടുത്തിട്ടില്ല. കുറേ പ്രാവശ്യം പറഞ്ഞ എനിക്ക് ആ ഓട്ടോയിൽ പോകുന്നത് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോൾ. അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് സമ്മതിച്ച്. അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. പക്ഷെ അവളെന്താ വരാത്ത? അവളെന്താ വാതിൽ തുറന്ന് വരാത്ത? ഞാൻ ഇപ്പം ചെയ്തു കൊടുത്തിട്ട് എന്താ വരാത്ത? പറ്റിക്കാൻ എത്ര നേരമായിന്ന് പറയാം. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവളുടെ കൂടെ പോകാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ട് നിൽക്കണത്. സ്കൂൾ ഉറക്കല്ലേ. പക്ഷെ അവൾ വിളിച്ചിട്ട് അതിൽ ഉറക്കണില്ല. അവളെങ്ങനെയാ വാതിൽ തുറക്കല്ലേ? അവളതിലില്ല, അതിനകത്തില്ല അവള്. ഇവിടെ ഇല്ല അവള്. പിന്നെ ഞാൻ എന്തിനാ സ്കൂളിൽ പോണേ? അവൾക്കിനി സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. അവള് സ്കൂളിലേക്ക് പോയി, എന്നോ പോയി. ഇനിയിപ്പോ സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ആ ഓട്ടോ അങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുപോയി അവളെ. അവളെ ദൈവത്തിൻ്റെ അടുത്താ. അവിടെ ഓട്ടോ ഒന്നും വേണ്ട, ഓട്ടോ ഒന്നും വേണ്ടി വരില്ലല്ലോ അല്ലേ? അവള് സേഫ് അല്ലേ അവിടെ? ആണ്, സേഫാണ്, എനിക്കറിയാം. പക്ഷെ ദൈവത്തിന് എൻ്റെ കുട്ടിയെ ഇത്ര ഇഷ്ടമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാനല്ലേ അമ്മ, ദൈവം എന്തിനാ മുമ്പ് തന്നെ. ഹായ്. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയായി. സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ട് ഒരു ബസ്സോ ഓട്ടോയോ അല്ലെങ്കിൽ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല നോക്കേണ്ടത്, സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പ്രിക്കോഷൻസ് എടുക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ഓട്ടോക്കാർക്കാണെങ്കിലും ബസ്സിൻ്റെ ആൾക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരു
തോന്നൽ വേണം എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന്. പിന്നെ റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് നടക്കുന്ന മറ്റ് വാഹനത്തിൻ്റെ ഉടമകളോട് സ്കൂളൊക്കെ തുറക്കുകയായി, സ്കൂൾ ബസ്സുകളും എല്ലാം ഇഷ്ടം പോലെ കാണും. അപ്പോൾ ആ തിരക്കുകൾ ഒഴിവാക്കി നിങ്ങൾ മുന്നേ പുറപ്പെടുക. നിങ്ങളുടെ ടെൻഷനും ധൃതിയും ദേഷ്യവും ഒക്കെ നിങ്ങൾ വാഹനത്തിൽ കാണിച്ചു കഴിഞ്ഞിട്ട് ഇതുമാതിരിയുള്ള സ്കൂൾ ബസ്സുകളുടെ അടുത്തേക്ക് വരരുത്. പലപ്പോഴും അപകടം നടന്നിട്ട് കുറേ ഹാഷ്ടാഗും പോസ്റ്ററിനേക്കാളും മുമ്പ് ചെറിയൊരു മുന്നറിയിപ്പ്. നഷ്ടപ്പെടുന്നവൻ്റെ വേദന അവന് മാത്രമേ മനസ്സിലാവൂ, അല്ലാത്തവന് അതെന്നും ഒരു കെട്ടുകഥയും അതൊരു ഡ്രാമാറ്റിക് എവൻറ്റുമാണ്. ഇതൊരു വലിയ സംഭവമായിട്ടൊന്നുമല്ല, എനിക്ക് തോന്നിയ മാതിരി ഞാൻ ചെയ്തു എന്ന് മാത്രം. ഒരു മനസ്സ് തകർന്നു പോകുന്നതിൻ്റെ ഒരു രീതി ഇത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. സ്കൂള് തുറക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യേണ്ട പ്രിക്കോഷൻസും കാര്യങ്ങളും എല്ലാവരും പാലിക്കുക. നമ്മുടെയും കടമയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിരത്തിലേക്ക് ബസ്സുകളിലും വാഹനങ്ങളിലും ഒക്കെ വരുമ്പോൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. താങ്ക് യു.